നമ്മൾ ദോശമാവ് ഇന്നലെ തയ്യാറാക്കി വെച്ചതാണ്. ഉഴുന്നും അരിയും ഉലുവയും ചേർത്തിട്ട് ആണ് നമ്മൾ ദോശമാവ് തയ്യാറാക്കുക. ദോശമാവിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1 ഗ്ലാസ് അരി എടുക്കുന്നുണ്ടെങ്കിൽ അതിന് 1/4 ഗ്ലാസ് ഉഴുന്ന് മതിയാവും. അതിലേക്ക് 1 ടീസ്പൂണ് ഉലുവയും ചേർക്കുക. എന്നിട്ട് തലേ ദിവസം തന്നെ നമ്മളിത് കഴുകി വെള്ളത്തിൽ കുതിർന്നതിൻ്റെ ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. പൊന്നി അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിട്ട് തന്നെയാണ് ഇഡ്ഡലിയും ദോശയൊക്കെ ഞാൻ ഉണ്ടാക്കാറ്. തമിഴ്നാട് പൊന്നി അരി. ആവശ്യത്തിന് വെള്ളം ചേർത്ത് തലേ ദിവസം നമ്മൾ അരച്ച് വെക്കുമല്ലോ. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കുറേ പ്രാവശ്യം ഇത് മിക്സ് ചെയ്ത് എടുക്കണം. പിന്നെ വെള്ളമൊന്നും പിറ്റേ ദിവസം ചേർക്കണില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ പിന്നെ വെള്ളം ചേർക്കണ്ട. അതല്ലെച്ചെങ്കിൽ ഒരു തുള്ളി വെള്ളമായിട്ട് ചിലപ്പോൾ ചേർക്കേണ്ടി വരും. പിന്നെ തലേന്ന് തന്നെ ഉപ്പിടാനും മറക്കരുത് കേട്ടോ. ഉപ്പിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ആ മാവ് വെച്ചൊരു സ്പെഷ്യൽ ടൈപ്പ് ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ എണ്ണയിലാണ് ആദ്യം എണ്ണയാണ് ഒഴിക്കുന്നത്. പാനിലൊന്നുമല്ല നമ്മൾ എന്താ പറയുക, ദോശേൻ്റെ നോൺ സ്റ്റിക്ക് പാനിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്, ദോശ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ പുരട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ദോശമാവ് ഒഴിക്കുക. എന്നിട്ടത് പരത്തിയെടുക്കുക. ഇത് ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും തീയെ അധികം അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ ഒരു പാകത്തിന് പരത്തിയാൽ മതി. ഒരുപാട് വലുപ്പത്തിൽ പരത്തിയാൽ വെന്ത് കിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇടുക. നമ്മൾ വേറൊരു കറിയൊന്നും കൂട്ടാതെ തന്നെ നമുക്കിത് കഴിക്കാം, ഈ ദോശ. അപ്പോൾ എല്ലാം ഇതിൽ തന്നെ ഉണ്ടാവണം, ഉപ്പും മുളകും വെജിറ്റബിൾസും ഒക്കെ. അപ്പം അങ്ങനെയുള്ളൊരു വെജിറ്റബിൾ ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കൂ, അതിൽ നമ്മൾ നെയ്യിട്ടു. അതിൻ്റെ ശേഷം നമ്മളിതിൽ കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ടിട്ടുണ്ട്. ഇനി ക്യാരറ്റ് നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റും ഇട്ട് കൊടുക്കും. ഈ 2-3 കറിവേപ്പില. നമ്മളിതിൽ എന്ത് വേണമെങ്കിലും ചേർക്കാം. മല്ലിച്ചേപ്പും പുതിനയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല വെച്ചെങ്കിൽ നമുക്ക് 2 കറിവേപ്പില അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി. ഇത് വൈറ്റ് കുരുമുളക് പൊടിയാണ്, വെള്ള കുരുമുളക് പൊടിയാണ്. അത് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് അത് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. കുറച്ച് ചേർത്താൽ മതി. അതിന് ശേഷം ചില്ലി സോസാണ് ചേർക്കുന്നത്. ഒക്കെ കുറച്ച് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ചീസ് 2-3 പീസാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം, അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് തിരിച്ച് ഇടുന്നില്ല നമ്മൾ. ചീസ് മെൽറ്റ് ആവണതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ വേഗം അത് എടുക്കുക. മുഴുവൻ മെൽറ്റ് ആവണതിൻ്റെ മുന്നേ തന്നെ പ്ലേറ്റൊക്കെ റെഡിയാക്കി വയ്ക്കുക. ഇത് നമുക്ക് മടക്കാട്ടോ. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. തിരിച്ചിട്ടാണ് ഞാൻ. നമുക്ക് കഴിക്കാം. ഇതിന് വേണമെങ്കിൽ കുറച്ച് ചമ്മന്തിപ്പൊടി, ദോശപ്പൊടി, ഇഡ്ഡലിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ കുറച്ച് ഹണി ഉപയോഗിച്ച് കഴിക്കാം. എന്താ ഇഷ്ടം വെച്ചാൽ അത് വെച്ചിട്ട് കഴിക്കാം.
വെറുതെയും കഴിക്കാം.